നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാർ അമ്മയെ തൊഴുതിട്ട് ഇന്ന് തന്നെ മടങ്ങോ? ഇല്ല, മൂകാംബി അമ്മയുടെ ഉൾവിളി ഉണ്ടായെന്നുള്ളത് ശരിയാ. പക്ഷേ അമ്മയുടെ ഉൾവിളി മാത്രമല്ല, വേറെയും ചില കാര്യങ്ങളുണ്ട്. അമ്മയെ തൊഴുന്നതിനോടൊപ്പം അതിനും ചില തീരുമാനങ്ങൾ ഉണ്ടാക്കണം. ഒരാളെ കാണുകയാണ് പ്രധാനപ്പെട്ട കാര്യം, ബാക്കിയൊക്കെ അതിനുശേഷം. വാ. അതെ, അമ്മയുടെ തിരുനടയിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇവിടെ എത്തിയ ആദ്യം അമ്മയെ വണങ്ങുക, പിന്നെയുള്ളൂ മറ്റു കാര്യങ്ങൾ. സാറ് വന്നേ. വാ സാറേ. പരമപദം പ്രാപിക്കാൻ എന്തു മാർഗമാണുള്ളതെന്ന് ഒരിക്കൽ സതീദേവി ഭർത്താവായ ശിവഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഭക്തിയാണ് എല്ലാത്തിനും ആധാരം. ഭക്തിക്ക് അനേകം വകഭേദങ്ങളുണ്ട്. അത് കേവലം ഭക്തന്റെ സൗകര്യത്തിന് വേണ്ടി മാത്രമുള്ള വിഭജനമാണ്. ഏത് രീതി അവലംബിച്ചാലും ചെയ്യുന്നത് പരമാത്മാവിന്റെ പൂജ തന്നെയാണ്. സ്വാമിജി, ഭക്തി പലതും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? അറിഞ്ഞിരിക്കാലോ. അതെ അതെ, അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരറിവും അധികപ്പറ്റല്ല. പരഭക്തി, അപരഭക്തി എന്നിങ്ങനെ ഭക്തിയെ ആദ്യമായി വേർതിരിക്കുന്നു. ഇതിനെ തന്നെ പിന്നെയും പലതായി പറയുന്നുണ്ട്. ശ്രവണം, ഭക്തി സംബന്ധമായ കാര്യങ്ങൾ കേട്ടറിയുന്നത്. കീർത്തനം, ഗാനങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സ്തുതികളിലൂടെയും ദേവവന്ദനം നടത്തുന്ന രീതി. പിന്നെ സ്മരണം, സേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അങ്ങനെ ഭക്തിക്ക് പല പല വഴികളുണ്ട്. ഈ ലാഭക്കണ്ണോട് മാത്രം എല്ലാവരും ജീവിക്കുന്ന ഈ കാലത്ത് ഇതിനൊക്കെ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഈ പറഞ്ഞ ഭക്തി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എല്ലാവരുടെയും ഒരാശങ്കയും സംശയവുമാണത്. ശിവഭഗവാൻ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ഭഗവാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 4 യുഗങ്ങളിലും വച്ച് മനുഷ്യന് ലളിതമായ അനുഷ്ഠാനങ്ങൾ നടത്തി പരമപദം നേടാൻ കഴിയുന്നത് കലിയുഗത്തിലാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ധർമ്മചിന്ത ശക്തവും പ്രസക്തവുമായിരുന്ന കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും അനുഷ്ഠാന വിധികൾ വളരെ കൂടുതലായിരുന്നു. ധർമ്മക്ഷയം സംഭവിച്ച യുഗമാണ് കലിയുഗം. അല്പമെങ്കിലും ധർമ്മനിഷ്ഠയുള്ളവർ മാനിക്കപ്പെടുന്ന കാലം. അതുകൊണ്ട് തന്നെ മനസ്സിൽ ദുഷ്ടവിചാരമില്ലാതെ, അന്യരെ ദ്രോഹിക്കാതെ, അന്യരുടെ മുതൽ അപഹരിക്കാതെ പ്രാർത്ഥനാപൂർവം ജീവിച്ചാൽ ലോകജീവിതത്തിന് ശേഷവും ശാന്തിയും ഈശ്വര സാമീപ്യവും കൈവരും. അതുതന്നെയാണ് പരമപദപ്രാപ്തിക്കുള്ള ശരിയായ മാർഗം. കഴിഞ്ഞ തവണ വന്നപ്പോ 2-3 വട്ടം ഞാൻ കുട്ടിയെ കാണാൻ വന്നിരുന്നു. പക്ഷേ കാണാൻ പറ്റിയില്ല. ഇപ്പൊ കണ്ടില്ലേ, പോരെ? കണ്ടു, മതി. ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം ഈ കുട്ടിയാ. കുട്ടിയോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. മോന്റെ നന്ദി വരവ് വച്ചിട്ടുണ്ട്, ഇല്ലേ മോളെ? പിന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്.
മറ്റു ചിലത് കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇല്ല, ഇപ്പൊ പറയാൻ കഴിയുന്നില്ല. ശരി, എന്നാ ഇനി പറയാനുള്ളതൊക്കെ അവിടെ ഇവളുടെ അച്ഛനോട് അവിടെ പറഞ്ഞാ മതി. കുട്ടിയെ ബുദ്ധിമുട്ടിക്കരുത്. ഇനി കുട്ടിയുടെ അച്ഛനോട് നേരിട്ട് പറഞ്ഞ് തീരുന്നില്ലെങ്കിൽ ഫോൺ നമ്പർ കൂടി വാങ്ങിക്കോളൂ. അങ്കിൾ, ഞാൻ സന്ദീപ്, തിരുവനന്തപുരത്തുനിന്നാ. അച്ഛൻ മാധവൻ, അമ്മ ശ്രീകല. മാധവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേരിൽ ചില ബിസിനസ്സുകളുണ്ട്. വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പൊ അതിന് സാധിക്കുന്നില്ല. പിന്നീട് ഒരിക്കൽ വരാം. അങ്കിള് എന്നെ ഒന്ന് ഓർത്തു വെച്ചോളൂ. എന്നാ ശരി. സുരേന്ദ്ര, നടപ്പും ഭാവമൊക്കെ കാണുമ്പോ ഏതോ സൗകര്യമുള്ള വീട്ടിലെ കുട്ടിയാണെന്നാ തോന്നണേ. എന്നുവെച്ച് അതിന്റെ വേഷം കെട്ടലൊന്നുമില്ല. പക്ഷേ ലേശം ഒരു പിരികളൊക്കെ ഉണ്ടോന്ന് സംശയം. മോളെ, നീ ഇതൊക്കെ കണ്ട് മനസ്സിളക്കരുത് കേട്ടോ. ഇങ്ങനെ പൊതുസ്ഥലത്ത് നിൽക്കുമ്പോ ഇത്തരം വേഷങ്ങൾ പലതും വരും. അതിനെ അങ്ങനെ അങ്ങ് അവഗണിച്ചാ മതി, അല്ലേ സുരേന്ദ്ര? അതെ അതെ, പല വേഷങ്ങൾ ഇങ്ങനെ വരുമെങ്കിലും അതിൽ ചിലര് നല്ല കൂട്ടരാ. ഈ പയ്യനും ഏതാണ്ടൊരു നന്മ കാണുന്നുണ്ട് കുമാരേട്ടാ. അവനൊരു മോശക്കാരനല്ല. ആ, കുമാരേട്ടൻ വാ. ആ, ഞാൻ എല്ലായിടത്തും തിരയുകയായിരുന്നു. അതിനിടയ്ക്ക് സാർ എങ്ങോട്ട് മുങ്ങി? വെറുതെ ഞാനൊന്ന് പുറത്തോട്ട് പോയി. രവി, ആ ഫോൺ എന്താ? ഞാൻ അമ്മയെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. നല്ല മനസ്സാണല്ലോ. അമ്മയുടെ നടയിൽ രണ്ടാമതും വരുമ്പോ മനസ്സ് നന്നായില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ? അതെ അതെ. ആ രവി, ആളെ കിട്ടിയോ? രവി അല്ലമ്മേ, സന്ദീപ്. അമ്മയുടെ ഒരേ ഒരു പുത്രൻ സന്ദീപ് മാധവൻ. ഒരേ ഒരു പുത്രന്റെ ഫോൺ എവിടെ? ആ, അതമ്മേ, അത് ചാർജ് ഔട്ടായി. എന്റെ പുത്രൻ കിടന്ന് ഉരുളണ്ട. ഫോൺ കയ്യിലില്ല അല്ലേ? സാരമില്ല, ഇങ്ങനെ വിളിച്ചാലും മതി. അമ്മയെ ഫോൺ എടുത്തില്ല. സാരമില്ല, രവി ഒപ്പം തന്നെ ഉണ്ട്. മോനെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? അമ്മ, യാത്രയൊക്കെ സുഖമായിരുന്നു. എത്തി ഭംഗിയായിട്ട് ദേവിയെ തൊഴുതു, കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചു. എല്ലാം ശുഭം. എടാ, അമ്മയ്ക്ക് സമാധാനായി. ഇടയ്ക്കിടയ്ക്ക് നീ ഇതുപോലൊന്ന് വിളിച്ചാ മതി. എനിക്കിങ്ങനെ നിന്റെ ശബ്ദം ഒന്ന് കേട്ടാ മതി. ഞാൻ വിളിക്കാമേ. പിന്നെ അവിടെ വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല മോനെ.